അല്ല, നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് വാസു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം തോടും ചാരി നിൽക്കുന്ന രഹനയുടെ അടുത്തേക്ക് വാസു വന്നു. കയ്യിൽ ഒരു ചോറ്റുപാത്രവും ഉണ്ട്. രഹന, നിനക്ക് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രഹനക്ക് നേരെ ചോറ്റുപാത്രം നീട്ടുന്നു വാസു. അവൾ അത് തുറന്നു നോക്കുന്നു. പാത്രത്തിൽ നിറയെ നെല്ലിക്ക കണ്ട് രഹനയുടെ മിഴികൾ തിളങ്ങി. പിന്നീട് എന്നും വാസു രഹനക്ക് നെല്ലിക്ക കൊടുക്കും. ദിവസങ്ങൾ നീങ്ങി. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വാസു രഹനക്ക് നെല്ലിക്ക കൊടുക്കാറില്ല. നീ എന്താ വാസു ഇപ്പോൾ എനിക്ക് നെല്ലിക്ക തരാത്തത്? ഒരു ദിവസം ഉച്ചക്ക് തൂണും ചാരി നിൽക്കുന്ന വാസുവിനോട് രഹന ചോദിച്ചു. ഞാൻ ഇപ്പോൾ വരാം. വരാന്തയിൽ നിന്ന് വാസു മുറ്റത്തേക്ക് ഇറങ്ങി ഓടി നെല്ലിമരച്ചോട്ടിലെത്തി. ചോട്ടിൽ ഒരു നെല്ലിക്ക പോലും വീണിട്ടില്ല. അയ്യോ, ഇനി രഹനക്ക് നെല്ലിക്ക കൊടുക്കാൻ എന്തു ചെയ്യും? അവൻ മരത്തിന് മുകളിലേക്ക് നോക്കി. നിറയെ പുളിയനുറുമ്പുകൾ. പുളിയനുറുമ്പുകൾ നിറഞ്ഞ നെല്ലിയിൽ വാസു കയറി. തൂണും ചാരി നിൽക്കുന്ന രഹനയുടെ അടുത്തേക്ക് നിറയെ നെല്ലിക്കയുമായി ചെന്നു. അവൾക്ക് കൊടുത്തു. എന്താ വാസു, നിന്റെ കൈ തിണർത്തിരിക്കുന്നത്? വാസുവിന്റെ കൈ തിണർത്തത് കണ്ട് രഹന ചോദിച്ചു. നിനക്ക് തരാൻ നെല്ലിക്ക പറിക്കാൻ വേണ്ടി മരത്തിൽ കയറിയപ്പോൾ പുളിയനുറുമ്പുകൾ കടിച്ചതാണ്. നേരോ? രഹനയുടെ കണ്ണ് നിറയുന്നു. നിനക്ക് അത്രയ്ക്ക് ഇഷ്ടാണോ എന്നെ?